ഇത് അജ്ഞാതന്റെ കാലഘട്ടമാണ്. അജ്ഞാതൻ പല ഭീകരവാദികളെയും പല സ്ഥലങ്ങളിൽ തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ തർബത്ത് എന്ന് പറഞ്ഞ പ്രവിശ്യയിൽ നിന്ന് അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു മതപണ്ഡിതനെ അജ്ഞാതൻ തങ്ങളുടെ തോക്കിൻ്റെ ഇരയാക്കി മാറ്റി എന്നുള്ളതാണ്. ആ മതപണ്ഡിതൻ്റെ പേര് മുഫ്തി ഷാമീർ എന്നുള്ളതാണ്. ഈ മുഫ്തി ഷാമീർ എന്ന് പറയുന്ന മതപണ്ഡിതൻ യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഒരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തെക്കുറിച്ചുകൂടെ നമ്മൾ അറിയുമ്പോഴാണ് ഈ അജ്ഞാതൻ ആരായിരിക്കും എന്ന ചോദ്യത്തിലേക്കുള്ള ചില തെളിവുകൾ അല്ലെങ്കിൽ ചില സംശയമുനകൾ നമ്മൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുഫ്തി ഷാമീറിന് ഒരു ഭൂതകാലമുണ്ട്. അയാൾ ഒരു ഭീകരവാദിയായിരുന്നു. ഈ ഭീകരവാദിയായിട്ടുള്ള മുഫ്തി ഷാമീർ എന്താണ് ചെയ്തത് എന്നറിയണ്ടേ? ഈ മുഫ്തി ഷാമീർ ISIയുടെ ഒരു വലിയ സഹായക്കാരനായിരുന്നു. ISI എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സംഘടന. ഈ ISI ഇറാനിൽ നിന്ന് നമ്മുടെ നേവി ഓഫീസറായിട്ടുള്ള, അതായത് ഇന്ത്യൻ നേവി ഓഫീസറായിട്ടുള്ള കുൽഭൂഷൺ യാദവിനെ കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായും അവരെ സഹായിച്ചത് ഈ മുഫ്തി ഷാമീർ എന്ന് പറയുന്ന ഇപ്പോൾ മതപണ്ഡിതൻ എന്നറിയപ്പെടുന്ന പഴയ ഈ ഭീകരവാദിയാണ്. ഈ ഭീകരവാദിയാണ് ഇപ്പോൾ ഒരു അജ്ഞാതൻ തൻ്റെ തോക്കിൻ കുഴലിൽ തീർത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഒരു നേവി ഓഫീസറെ കടത്തിക്കൊണ്ടുപോയ ഒരു ഭീകരവാദിയാണ് തീർന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ അജ്ഞാതൻ ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് അജ്ഞാതൻ തീർക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പല ഭീകരയുമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ബലൂചിസ്ഥാനിലെ പ്രമുഖ മതപണ്ഡിതൻ എന്നാണ് ഇയാളെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. മുഫ്തി ഷാമീറിനെ വെള്ളിയാഴ്ച രാത്രി കൊച്ചിയിലെ തുർബത്ത് പട്ടണത്തിൽ വെച്ചാണ് ഇപ്പോൾ അജ്ഞാതൻ തീർത്തത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് വെള്ളിയാഴ്ച രാത്രി കൊച്ചിയിലെ തുർബത്ത് പട്ടണത്തിൽ ഇയാൾ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് ആയുധധാരികളായ ആൾക്കാർ ഇയാളെ ലക്ഷ്യമിട്ടത് എന്ന് പോലീസ് പറയുന്നു. മോട്ടോർ സൈക്കിളുകളിൽ സഞ്ചരിച്ചിരുന്ന ആയുധധാരികൾ മുഫ്തി ഷാമീറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പോരാത്തതിന് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ ടർബത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ വെച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് അടക്കം പറയുന്നത്. മരിച്ചയാളുടെ മരണത്തിന് കാരണമായ ഒന്നിലധികം വെടിയുണ്ടകൾ ഇയാളുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മുഫ്തി ഷാമീർ JUIF-മായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. മുമ്പ് 2 തവണ വധശ്രമങ്ങളിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ 3ാമത്തെ തവണ അജ്ഞാതൻ്റെ തോക്കിന് ഇയാൾ ഇരയായി എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.